السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സകല പാവങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുകയും നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, പലരും വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. മുഅ്മിനുകളായ ആളുകൾ പ്രത്യേകമൊരു അങ്കലാപ്പിലാണ്. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നമ്മൾ എങ്ങനെ പോയി നിൽക്കും എന്ന്. മഹ്ശറയെ കുറിച്ച് കേട്ടവർ, ആ മഹ്ശറയുടെ ഭയാനകതയെ കുറിച്ച് മനസ്സിലാക്കിയവർ, അവർക്കൊക്കെ വല്ലാത്ത പേടിയാണ്. എന്നാൽ അവിടെ സന്തോഷിക്കുന്ന, അവിടെ പുഞ്ചിരിക്കുന്ന, പ്രകാശിക്കുന്ന മുഖവുമായിട്ട് ഒരു വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തീങ്ങളിൽ നിന്നും എന്റെ അനുയായികളിൽ നിന്നും ഒരു സംഘം ആളുകൾ വരുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനുകൾ കിടന്നുറങ്ങുന്നതായ ശ്മശാനത്തിന്റെ അരികിലേക്ക് പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോവുകയാണ്. അതൽ മഖ്ബറ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മഖ്ബറയുടെ ശ്മശാനത്തിന്റെ അരികിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുന്നു, അസ്സലാമു അലൈക ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഖ്ബറയിൽ കിടക്കുന്നതായ മനുഷ്യരോട് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. അല്ലാഹു വിചാരിക്കുകയാണെങ്കിൽ ആ ശ്മശാനത്തിലേക്ക് അവരോടൊപ്പം നമ്മളും വന്ന് ചേരുന്നതാ. സഹോദരങ്ങളെ, ഖബർ കണ്ടവരാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ ശ്മശാനത്തിന്റെ അരികിലൂടെ നടന്നു പോയവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ശ്മശാനത്തിന്റെ അരികിലൂടെ പോകുന്നവരെ, ശ്മശാനത്തിലേക്ക് കടന്നു പോകുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ആ ശ്മശാനത്ത് കിടക്കുന്നതായ ആ ഖബറിന്റെ ഉള്ളറയിൽ കിടക്കുന്നതായ നിങ്ങളുടെ അഖിലുകാരുണ്ടല്ലോ, നിങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ സഹോദരിമാരുണ്ടല്ലോ, അവരോട് നിങ്ങൾ സലാം പറയണേ. എന്നിട്ട് ആദരവായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വദിതു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുകയാ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുകയാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അവലസ്നാ ഇഖ്വാനക യാ ഹബീബല്ലാഹ്, നബിയേ ഞങ്ങളല്ലയോ നബിയേ അങ്ങയുടെ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരങ്ങള്. അല്ലാഹുവിന്റെ റസൂലേ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദഅവത്തുമായി അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ
ഞങ്ങളുടെ ഉപ്പമാരെയും ഞങ്ങളുടെ ഉമ്മമാരെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കോടാനുകോടി വരുന്ന സമ്പത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ ദീനിന്റെ ത്യാഗികളായി അങ്ങയുടെ ചാരത്ത് ഞങ്ങൾ അണഞ്ഞവരല്ലേ നബിയേ. ഞങ്ങളുടെ മുഴുവൻ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ മദീനത്തേക്ക് അങ്ങയുടെ റിസാലത്തിന്റെ മുഖത്തെ ഒന്ന് കാണാ, അങ്ങയുടെ ചാരത്തിരിക്കാ, അങ്ങയോടൊപ്പം ഒന്ന് ചേരാ, അങ്ങയുടെ പ്രകാശിക്കുന്ന ജലപ്രഭയാകുന്ന അങ്ങയുടെ വദനത്തെ ഒന്ന് കാണാ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായതുകൊണ്ട് നബിയെ അങ്ങയോടൊപ്പം മദീനത്തേക്ക് പലായനം ചെയ്തവരല്ലേ നബിയെ. ഞങ്ങള് അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്തും സുഹാബിഹി, നിങ്ങൾ എൻ്റെ സ്വഹാബത്താ, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എൻ്റെ അനുയായികളാ. എൻ്റെ കാലൊച്ചകളെ പിൻപറ്റിയവർ, എൻ്റെ വാക്കുകളെ കാതോർത്തിരുന്നവർ, എൻ്റെ റിസാലത്തിന്റെ മുഖത്തെ കണ്ടവർ, എന്നെ ആസ്വദിച്ചവർ, എന്റെ ഇളം തെന്നലുകൾ ആസ്വദിച്ച എന്റെ സ്വഹാബത്തുകളാ നിങ്ങള്. ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല സ്വഹാബാ. ആരാണെന്നറിയോ എന്റെ സഹോദരങ്ങൾ? ആരാണെന്നറിയോ? ലം യഅ്തു ബഅദു, അവരെന്റെ സഹോദരങ്ങൾ വന്നിട്ടില്ല ഇതേവരെ, അവരെന്റെ സഹോദരങ്ങൾ എന്നെ ഇതേവരെ വന്നിട്ടില്ല സ്വഹാബാ. അവർ വരുന്നത് എപ്പോഴാണെന്നറിയോ? അവരെന്റെ വഫാത്തിന് ശേഷമാണ് വരുന്നത് നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരേ. കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ വഫാത്തിന് ശേഷം അങ്ങയുടെ സഹോദരങ്ങൾ വന്നാ അങ്ങെങ്ങനെയാണ് തിരിച്ചറിയുക നബിയേ? അങ്ങ് പരലോകത്തേക്ക് വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിൽ നിന്നുള്ള സഹോദരങ്ങളെ അങ്ങെങ്ങനെയാണ് മനസ്സിലാക്കുക നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, ഒരു മനുഷ്യന് ധാരാളം കുതിരകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കുതിരയതാ വ്യത്യസ്തമായ കളറുള്ള പുള്ളിയുള്ളതായ ഒരു കുതിരയുണ്ടായിരുന്നു ഒരു മനുഷ്യന്. ആ കുതിരയതാ മനുഷ്യനിൽ നിന്ന് ഓടിപ്പോവുകയും ഒരു പറ്റം കുതിരയോടൊപ്പം ആ കുതിരയിൽ നിന്ന് കഴിഞ്ഞാ തന്റെ കുതിരയെ കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് എപ്രകാരമാണോ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ സഹോദരങ്ങളെ പരലോകത്ത് വെച്ച് മനസ്സിലാക്കുന്നതാ. അല്ലാഹുവിന്റെ തിരുദൂതരെ, പരലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന പ്രവാചകരായ അങ്ങയുടെ സമുദായം വരുമല്ലോ നബിയേ. മറ്റ് പ്രവാചകന്മാരുള്ളപ്പോ അവരുടെ അനുയായികളുമുള്ളപ്പോ അങ്ങയുടെ സമുദായത്തിൽ നിന്നും അങ്ങയുടെ ഉമ്മത്തിൽ നിന്നും അങ്ങ് എങ്ങനെയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കുക നബിയേ? അങ്ങെങ്ങനെയാണ് നബിയെ അവരെ മനസ്സിലാക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹുറം മുഹജ്ജലിഹി ഫഇന്നഹും യഅതൂന ഗുറം മുഹജ്ജലി മിൻ ആസാരിൽ വുളൂ.
അവരുടെ കൈകാലുകൾ പ്രകാശിക്കുന്നതാ, അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നതാ. മുഖങ്ങളും കൈകാലുകളും പ്രകാശിച്ചവരായി എൻ്റെ ഉമ്മത്തീങ്ങളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വരുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിൽ നിന്നും അങ്ങയുടെ സഹോദരങ്ങളുണ്ടല്ലോ, ആ സഹോദരങ്ങളുടെ മുഖവും കൈകാലുകളും എങ്ങനെയാണ് പ്രകാശിച്ചത് നബിയേ? അവരുടെ മുഖങ്ങളും അവരുടെ കൈകാലുകളും പ്രകാശിക്കാ അവരെന്താണ് നബിയേ ചെയ്തു പോയത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ അസാരിൽ വുളൂ, അവർ ഒളൂന്റെ അടയാളമുണ്ടവരിൽ, അവർ ഒളൂ വല്ലാതെ എടുത്തവരാ, അവർ ഒളൂ എടുത്തവരാ. ഒളൂ എടുത്തത് കാരണത്താൽ ധാരാളമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് പോലും ഒളൂനെ പതിവാക്കിയവരാണ്. ഒളൂ പതിവാക്കിയത് കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കണ്ടോ സഹോദരങ്ങളെ? പരലോകത്ത് മുഖങ്ങൾ പ്രകാശിച്ചവരായി, കൈകാലുകൾ പ്രകാശിച്ചവരായി, അല്ലാഹുവിന്റെ സമക്ഷത്തിൽ അവർ പ്രകാശിച്ചവരായി വരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി കാത്തിരിക്കുന്ന സഹോദരങ്ങളിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.